ആദ്യമായിട്ട് ഒരു സമ്മാനം തരാൻ പോയി, ഒരു ദുആയിലൂടെ. ഞാനൊരു ദുആയുടെ അർത്ഥം പറയും, നിങ്ങൾ ആ ഏത് ദുആ ആണെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം സമ്മാനമാണ്. സ്വീകരിക്കാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് പറയാം. ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഏത് കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കുന്ന നന്മ, നമ്മുടെ മക്കൾക്ക് നന്മയുടെ വഴി കാട്ടാൻ നമ്മൾ മാത്രം. ഏത് സ്ഥാപനങ്ങളിൽ വിട്ടെന്ന് പറഞ്ഞാൽ കുട്ടി നന്നാവണമെന്നില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കുമാറാകട്ടെ. വിജ്ഞാന ദീപം നാം കൊളുത്തിയെടുക്കണം, എവിടുന്ന് കേട്ടാലും വിടാതെ പഠിക്കണം. നബിയോട് റബ്ബ് പറഞ്ഞതോർക്കുന്നില്ലയോ, എന്നു മാത്രവുമല്ലയോ. ആരൊക്കെ ധനമേകുന്നു എന്നാൽ തന്നെയും അതിലുപരിയാണവരറിവ് തന്നാൽ പിന്നെയും മാലിന്യമിൽ കിടക്കുന്നു നഷ്ടപ്പെട്ടത്, തെറ്റിക്കാതെ നാം എടുക്കുന്നു വില പിടിക്കുന്നത്. വിജ്ഞാനം ഇതുപോലാണ് നേടിയെടുക്കണേ, ഉൽപ്പത്തി ശിശുവാണെങ്കിലും ഗൗരിക്കണേ. നമ്മുടെ മക്കൾക്ക് ആദ്യമേ നമ്മൾ പകർന്നു കൊടുക്കുന്ന കുറേ വിദ്യാഭ്യാസങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്ന മാതാപിതാക്കളും അധ്യാപകരും. ആദ്യത്തെ അധ്യാപകരാരാ? മാതാപിതാക്കളാണ്. ആദ്യത്തെ വിദ്യാലയം ഏതാണ്? വീടാണ്. ആദ്യ പാഠം ആരിൽ നിന്നാണ്? ഉമ്മയിൽ നിന്നാണ്. അപ്പൊ ഉമ്മയാണ് ഒരു കുട്ടിയെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വിടുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വർഗത്തിലെത്തിക്ക് പറയട്ടെ. അപ്പം ഒരു ദുആയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. 5 കാര്യത്തിന് വേണ്ടി ദിവസവും ദുആ ചെയ്യണം മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നെന്താണ്? മുസ്ലിമായി മരിക്കാൻ. കുഞ്ഞു മക്കൾ മറുപടി പറയണം. എന്തിനാ പറയുന്നത്? എന്താണ്? മുസ്ലിമായി മരിക്കണം. 4 രീതിയിലാണ് മരണം. മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി ജീവിച്ചു, മുസ്ലിമായി മരിക്കുന്നു. അതൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി ജീവിച്ചു, കാഫിറാകട്ടെ. അതായത് അവിശ്വാസിയായി ജനിച്ചു, അവിശ്വാസിയായി ജീവിച്ചു, അവിശ്വാസിയായിട്ട് മരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗം. ചിലരുണ്ടാവും അവിശ്വാസിയായിട്ട് ജനിച്ചത്, അവിശ്വാസിയായിട്ട് ജീവിച്ചത്, ചിലപ്പോൾ ഹിദായത്ത് കിട്ടി എന്താവും? മുസ്ലിമായി മരിക്കും. അപ്പൊ 4 രീതിയിലാണ്. നമ്മളെ ഒന്നാമത് പറഞ്ഞ വിഭാഗം അതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ദുആ. രണ്ടാമത്തെ ദുആ എന്ന് പറഞ്ഞാല് മരിക്കുന്നവരെ സ്വന്തം കാര്യം സ്വന്തമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ മലമൂത്ര വിസർജന മറ്റുള്ളവരെ കൊണ്ട് വൃത്തിയാക്കുന്ന ഒരവസ്ഥ വരുത്തരുത്. മാത്രമല്ല രക്ഷിക്കുവാനായിട്ട്. അപ്പൊ നമ്മുടെ കാര്യം മരിക്കുന്നവരെ സ്വന്തമായിട്ട് ചെയ്യുന്നത് എന്ത് വേണം? ആരോഗ്യം. എന്ത് വേണം? ആഫിയത്ത് വേണം, അല്ലേ? അപ്പൊ നമുക്ക് ആരോഗ്യം കിട്ടണം. രണ്ടാമത്തെ ദുആ. മരിക്കുന്നവരെ നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മറ്റ് കുടുംബത്തെ പോറ്റാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ സഹായിക്കാനും കഴിയത്തുള്ളൂ. അപ്പം ആരോഗ്യമാണ്. മൂന്നാമത്തെ ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണങ്ങളെല്ലാം അല്ലാഹ് ഏറ്റെടുക്കണം. നമ്മളിപ്പോ സംസാരിക്കുന്നു, നമുക്ക് ഒരു മിഷൻ അല്ലാഹു തആല ഫിറ്റ് ചെയ്ത് നമുക്ക് എന്താണ്? ഹാർട്ട്. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക വിശ്രമമില്ലാതെ, അല്ലേ? ഇതിന്റെ നിയന്ത്രണം ആരിലാണ്? അല്ലാഹുവിനാണ്, അല്ലേ? നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊള്ളുന്നു, മക്കളെ നിയന്ത്രണം വിട്ടുപോകുന്നു, അല്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ ഓരോ നിയന്ത്രണങ്ങൾ എല്ലാം, നമ്മൾ വാഹനം ഓടിക്കുന്നു, നമ്മൾ ഡ്രൈവറാണ്, അല്ലേ? ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആയോ? ഇല്ല. ഓപ്പോസിറ്റ് വരുന്ന ഭ്രാന്തനാണെങ്കിലോ ഇയാൾ ഡ്രൈവിംഗ് ലൈസൻസ് വില കൊണ്ടുണ്ടോ? ഓരോരുത്തരുടെ വണ്ടികളെ നിയന്ത്രണം ആരേറ്റെടുക്കണം? അല്ലാഹ് ഏറ്റെടുക്കണം. അപ്പൊ കുടുംബത്തിന്റെ ആവാത്ത എല്ലാ നിയന്ത്രണങ്ങളും ആരേറ്റെടുക്കണം? അപ്പൊ അല്ലാഹു ഏറ്റെടുക്കണം. എത്ര കാര്യം ഞാൻ പറഞ്ഞു? എത്ര പറഞ്ഞു? 3. ഓർക്കാൻ വേണ്ടി ഞാൻ ആവർത്തിക്കുന്നു. ഒന്നെന്താണ്? മുസ്ലിമായി മരിക്കണം. 2 ആരോഗ്യം. 3 നിയന്ത്രണം, അല്ലേ? 4മത്തത് കുറഞ്ഞ വരുമാനമുള്ള വീട്ടിൽ. കുറഞ്ഞ വരുമാനമുള്ളൂ, പക്ഷെ എന്നും പെരുന്നാൾ ഭയങ്കര സന്തോഷം. തന്നേലൊക്കെ വർക്കത്ത്. 4മത്തേതാണ്? തന്നേലൊക്കെ വർക്കത്ത്. 5മത്തേതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. 5മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹ് വിധിച്ച ഒരു ശർറാണ്. ഉദാഹരണം പറയാം, പാമ്പ് കടിക്കാൻ പടച്ചോൻ തീരുമാനിച്ചു, നടക്കോ നടക്കത്തില്ല. പക്ഷെ അതിനെ 3 രീതിയിൽ തെറ്റുമാറ്റും. 3 രീതിയിൽ
തട്ടി മാറ്റും. ആ വിധിയെ എന്തെങ്കിലൊക്കെയാ സദഖ കൊണ്ട്, അസ്സദഖത്തു റദ്ദുൽ ബലാ, വരാനുള്ള വിപത്തിനെ സദഖ കൊണ്ട്. രണ്ടാമത്തെ എന്താണ്? സൽക്കർമ്മങ്ങൾ കൊണ്ട്. മൂന്നാമത്തെ എന്താണ്? പ്രാർത്ഥന കൊണ്ട്, ദുആ കൊണ്ടും എന്താവും? വരാനുള്ള വിപത്തിനെ അല്ലാഹു തആല തട്ടിമാറ്റും. ഇത് ഏത് മാസമാ? റമദാന്റെ മാസം അല്ലേ? റമദാന്റെ വലിയ പുണ്യമല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ദുആ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെ ഒന്ന്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വലക്കൽ ജന്നത്തു വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വലക്കൽ ജന്നത്തു വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വലക്കൽ ജന്നത്തു വഅഊദു ബിക മിനന്നാർ. അല്ലേ? ഇത് റമദാനിൽ 30 ദിവസമുള്ളതാ. അല്ലേ? ആദ്യത്തെ പറ്റി അല്ലാഹു റഹ്മനി യാ റഹ്മാൻ റഹീം പറഞ്ഞു. രണ്ടാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽന ജന്നത യാ റബ്ബൽ ആലമീൻ. എന്താ മുത്തനബി പഠിപ്പിച്ചേ? 5 കാര്യങ്ങൾ ഉദാഹരണങ്ങൾ. ഒന്ന്, മുസ്ലിമായി മരിക്കുക. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത ഏതാ? നിങ്ങൾക്ക് എന്തെങ്കിലും മുതലുമായിട്ട് പോകാൻ പറ്റും. അള്ളാന്റെ നോക്കിക്കൊണ്ട് 14 ജില്ലകളിൽ 12 ജില്ലകളിൽ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇനി ഒന്ന്, മുസ്ലിമായി മരിക്കാനും. 2, ആരോഗ്യത്തിന് വേണ്ടി. 3, നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കണം അല്ലേ? 4, തന്നേരൊക്കെ ബർക്കത്ത്. 5-മത്തത് അല്ലാഹ് വിധിച്ച ശർറിനെ തൊട്ട് കാക്കുക. അല്ലാഹ് വിധിച്ചതാണ്, പക്ഷെ ഒരു സൽക്കർമ്മം ഉണ്ടായാൽ അല്ലാഹു തആല എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കുടുംബ സദസ്സ. കഴിഞ്ഞ വർഷവും നിങ്ങൾ ഈ വയല് ഞാൻ കേട്ടത് നിങ്ങൾ ഓർമ്മയുണ്ട്. ഇവിടുത്തെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞത്, അതായത് ഒരു വിധിയെ മാറ്റിയത് അല്ലാഹു തആല വിധിച്ച വിധിയെ മാറ്റിയത്. മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണ്. ഏത് നബിയാ? നമ്മുടെ പുസ്തകത്തിൽ പഠിപ്പിക്കും 4 കിതാബുകൾ ഏതെല്ലാം എന്നറിയാമോ ചങ്ങാതി? മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇൻജീല്, സബൂർ ദാവൂദ് എന്നവർക്ക് ഖുർആൻ നമ്മുടെ നബിയോർക്ക്. അപ്പൊ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടുന്ന കിതാബിന് മുമ്പ് കിട്ടിയ ഒരു കിതാബിന്റെ പേരാണ് സബൂർ. ആ സബൂർ കിട്ടിയ ഒരു പ്രവാചകന്റെ പേരാണ് ഏത്? ദാവൂദ് നബി. ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ മലക്കുൽ മൗത്ത് അടുത്തുണ്ട്. മലക്കുൽ മൗത്തിന്റെ പരിപാടി എന്താണ്? റൂഹിനെ പിടിക്കുന്നല്ലേ? 4 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജിബ്രായീൽ, മല പെയ്യിക്കും മീകാഈൽ, കാഹളമൂതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്രായീൽ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തിരിക്കുകയാണ്. പ്രവാചകന്മാരും മലക്കുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവരെ നോക്കുമ്പോൾ കാണാം ഒരു മനുഷ്യനെ നടന്നു പോകുന്നു. ആ മനുഷ്യനെ ചൂണ്ടിക്കാണിക്കൊണ്ടാണ് പറയുന്നത്, ആ മനുഷ്യൻ ഒരു 6 ദിവസം കഴിഞ്ഞാൽ മരണപ്പെടുന്നു. എത്ര ദിവസം? 6 ദിവസം. പക്ഷെ 6 അല്ല, 60 അല്ല, വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യനെ ജീവനോടെ കാണുകയാണ്. ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് എത്ര ദിവസം കഴിഞ്ഞ് മരിക്കുമെന്ന്? ഈ ലിസ്റ്റ് എന്റെ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞില്ലേ മരിക്കുമെന്ന്? പക്ഷെ ആ മനുഷ്യൻ മരിച്ചോ? ഇല്ല. ഇത്രയും കാലം ജീവിക്കാൻ കാരണമെന്ത്? അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ മനുഷ്യന്റെ ലിസ്റ്റിലുണ്ട്, അതായത് മരണപ്പെടുന്നവരുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സൽക്കർമ്മം ചെയ്തു. ഒരു സൽക്കർമ്മം. അതാണ് ഈ കുടുംബ ബന്ധം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത്. എന്താണ്? പിണങ്ങിയിരുന്ന സഹോദരനുമായിട്ട് ഇണങ്ങി. അദ്ദേഹം മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അദ്ദേഹം അങ്ങോട്ട് പോയി ബന്ധം പുലർത്തി. ആ ബന്ധം പുലർത്തിയപ്പോൾ അല്ലാഹു തആല 20 വർഷം എന്ത് ചെയ്തു? നീട്ടിക്കൊടുത്തു. അല്ലാഹു തആല കുടുംബ ബന്ധങ്ങൾ ചേർന്നാണ് തൗഫീഖ് നൽകുമാറാകട്ടെ. പിണങ്ങി നിൽക്കുന്നവരൊക്കെയായിട്ട് ഇണങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പിണങ്ങാനല്ല പറഞ്ഞത്. അതാണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത. നമുക്ക് ഇന്നത്തെ കാലത്ത് വേണ്ട സ്നേഹവും സന്തോഷവും. പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് അതാണ്. എന്താണ്? വാപ്പാടും ഉപ്പാടും തമ്മിലടിയല്ല. അവരെപ്പോഴും കാണുന്നത് എന്താണ്? സ്നേഹം. ആ സ്നേഹം കുറവ് വരുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് മൊബൈൽ എടുത്തോണ്ട് പോകുന്നത്. എല്ലാ പാലത്തിന്റെ അടിയിലും അതുപോലെ പാലത്തിന്റെ മേളും പോസ്റ്റിന്റെ എവിടെയൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? വീട്ടിലെത്തി കിട്ടുന്നില്ല, കിട്ടേണ്ടത് കിട്ടുന്നില്ല. അത് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദുആയുടെ കാര്യമാണ്. ഏത് ദുആയാണെന്ന് ഞാനിപ്പോ പറഞ്ഞു പോകാൻ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞത്? 5 കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതോ അല്ലേ? ആ ദുആ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇറക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം.
ഞാൻ 10 പുസ്തകം എൻ്റെ ഉണ്ട്, ഞാൻ എഴുതിയത് 100 ചിലവാനം ചാർട്ടുണ്ട് ഈ പാട്ടിന്റെ മാത്രം. ഒരു പുസ്തകം തരാം, ആരാണെന്ന് പറയാം. ഏത് ദുആണെന്ന് നിങ്ങളുടെ നാവിന്റെ മുമ്പിലല്ല, 1 മിനിറ്റ് കൊണ്ട് പറയാവുന്ന ദുആയോ. പക്ഷെ നിങ്ങളുടെ കൂട്ടിൽ ആര് പറയും ഏത് ദുആണെന്ന്? ഞാൻ പറയട്ടെ ദുആ ഏതാണ്? നമ്മുടെ കുനൂത്താണ്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത വഅഫിനി. ആ ഒന്നാമത് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ്. ഇഹ്ദിനി നമ്മളെ മുസ്ലിമായി വരിപ്പിക്കണേ എന്നാണ്. രണ്ടാമത്തെ എന്താണ്? വഅഫിനി ഫീമൻ അഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത. നമ്മുടെ സംരക്ഷണം ഏൽപ്പിക്കണം. വബാരിക് ലി ഫീമാ അതൈത, തന്നിലൊക്കെ വർക്കത്തിയാണ്. വഖിനി ശർറ മാ ഖദൈത, നീ വിധിച്ച ശർറിനെ കാക്കണേ. ഖൈറും ശർറും അല്ലാഹു കാട്ടിത്തന്നു നമ്മക്ക്, രണ്ടും തന്നവൻ അല്ലാഹു വേണ്ടതെടുക്കാൻ നമ്മക്ക്. ഖൈറാൻ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത്, ശർറാൻ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ഈ ലോകത്ത്. ഇത് നോക്കിയാൽ ആരെയാ കാണുന്നത്? നന്മ ചെയ്യുന്നവരാണോ തിന്മ ചെയ്യുന്നവരാണോ?